സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. 2026 മെയ് 4-ാം തീയതി നമ്മൾ വിജയിച്ചതിന് ശേഷം ലോകത്തിന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോണം, നീ വേഗം കാണിക്കേ. 90 ദിവസത്തിനകത്ത് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിജി കുട്രേര മണ്ഡലത്തിന് കാലുകുത്തിയിരിക്കും. എനിക്കിത് വിശ്വസിക്കാമോ? വിശ്വസിക്കാടോ, ജനകോടികളുടെ വിശ്വസ സ്ഥാപനമാണ്. ധൈര്യമായിട്ട് വിശ്വസിച്ചോ. ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാണ്. വിശ്വാസം അതൊക്കെയാണല്ലോ എല്ലാം. അയ്യോ, ആ വാക്കുകളിലെ സകല വിശ്വാസവും പോയി. അതൊരു ചരിത്ര നിമിഷമായിരിക്കും. കാരണം ഒരിക്കലും ആരെക്കൊണ്ടും അത് പറ്റത്തില്ല. കാരണം ഇതിന് ശേഷം അത് പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഉറപ്പായിട്ട് അത് നടക്കും. അന്ന് കുണ്ട്രേര മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാര് ക്രൗഡ്. പക്ഷെ ആ ഘോഷയാത്രയുടെ മുന്നിൽ കൊടിയും പിടിച്ച് നടക്കാൻ നീ എന്നെയാണല്ലോ തെരഞ്ഞെടുത്തെന്ന് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം. എനിക്കിപ്പോഴും വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അത്രയും ജനസാഗരം ഒഴുകുന്ന ഒരു പരിപാടിയായിരിക്കും. ആയതിനാൽ അത് നമ്മളെല്ലാരും അഭിമാനത്തോടെ അത് അന്നും ഇതേപോലെ ഉണ്ടായിരുന്നു. എന്റെ അമ്മയ്ക്ക് എന്തൊരു പെർഫോമൻസ്, എവിടെ നിന്ന് കിട്ടി ഇതിനെ? ഓക്കെ, സോ ഞാൻ എന്റെ ഫ്യൂച്ചർ മുൻകൂട്ടി കണ്ട് ഞാൻ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. മിണ്ടി പോകരുത്. എന്ത് പോക്കർത്തരം കാണിച്ചാലും അവസാനം അവന്റെ ഒരു നമ്പർ. ഞാൻ ചുമ്മാ ഞാൻ വിജയിക്കും അല്ലെങ്കിൽ നമ്മൾ വിജയിക്കും എന്ന് പറയുന്ന ഒരാളല്ല. മുടിഞ്ഞു പണ്ടാറടങ്ങി കുത്തുപാറ എടുത്തു നശിച്ച് നാറാണക്കല്ലെടുക്കും. ഞാൻ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോ നമുക്ക് വീക്ക് പോയിന്റ് ആയിട്ടുള്ള പഞ്ചായത്ത് അല്ലെങ്കിൽ നമ്മൾ വാർഡ് അല്ലെങ്കിൽ വീട്ടിൽ പോകുമ്പോൾ എങ്ങനെയാണ് ജനങ്ങളുടെ റെസ്പോൺസ്. ഒരടിയാണ് ഞാൻ പ്രതീക്ഷിച്ചത്, ഒരു തുപ്പല്ലോ ഒതുക്കിയതിന് താങ്ക്സ്. നമുക്ക് ജയിക്കണമെങ്കിൽ ഒരു 30-35 വോട്ട്സ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ജയിക്കാൻ പറ്റും. എന്റെ ഈ രണ്ടാഗ്രഹങ്ങളും നീ സാധിച്ചു തരണേ ഗുരുവായൂരപ്പാ. മനസ്സിലായില്ലേ? അപ്പൊ അതില് നമ്മുടെ പാർട്ടി എഫേർട്ട് ഉണ്ട്, എന്റെ എഫേർട്ട് ഉണ്ട്. നീ തന്നെ ഒരു പാരയാവോന്ന് എനിക്ക് പേടി. പാടോ, അവന്മാരുടെ കാര്യമൊന്നും പറയാൻ പറ്റൂല, രണ്ടും ഭ്രാന്തന്മാരാ. അതല്ലാതെ നമ്മുടെ ഒരാൾക്കൊരു വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്നേഹവും വിശ്വാസവും വരണം. ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളൊക്കെയാണ് എന്റെ ശക്തി, അല്ലേ? അത് വേണ്ടുവോളം നമുക്ക് നമ്മുടെ പാർട്ടിക്കാണെങ്കിലും എനിക്കാണെങ്കിലും കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. നല്ല ബഹുമാനമുള്ള പയ്യനാ. എന്നാ നീ നിന്റെ അമ്മേനെ അവന് കെട്ടിച്ചോടാ, എന്നിട്ട് അച്ഛാന്ന് വിളിക്കൂ. തീർച്ചയായിട്ടും നമ്മൾ വിജയിച്ചിരിക്കും. മോഹപക്ഷി കൊള്ളാം, സത്യം പറഞ്ഞതാ. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. കാരണം നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ വൈകുന്നേരം നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.